തിരുവനന്തപുരത്ത് കൂട്ട ഉപവാസ സമരം നടത്തുന്ന ആശമാർക്ക് പിന്തുണ അറിയിച്ച് മറ്റു ജില്ലകളിലും സമരം. കൊച്ചിയിലെ DMO ഓഫീസിൽ ആശമാരുടെ സത്യാഗ്രഹമുണ്ട്. അവിടെ നിന്ന് സ്നേഹയുണ്ട്. പെൻഷൻ അനുവദിക്കാൻ ഈ 3 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം കേരളത്തിലെമ്പാടും ഇന്ന് ഐക്യദാർഢ്യ സമരമാണ് വരുന്നത്. മറ്റിടങ്ങളിലും സ്നേഹ ഇപ്പോ തിരുവനന്തപുരത്തെ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊച്ചിയിലും ഉപവാസ സമരം നടത്തുകയാണല്ലോ. എന്താണ് അവിടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഏറ്റവും ഐതിഹാസികമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, തിരുവനന്തപുരത്ത് ആശമാരുടെ സമരം, അതായത് നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോഴാണ് ഇവിടെ കൊച്ചിയിലും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഏകദിന സത്യാഗ്രഹ സമരം അല്ലെങ്കിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. ഏകദേശം 10 മണിയോട് കൂടിയായിരുന്നു ഈ സമരം ആരംഭിച്ചത്. നിരവധി ആശാപ്രവർത്തകരാണ് ഇവിടെ കൊച്ചിയിലെ DMO ഓഫീസിന് മുന്നിൽ ഇന്ന് നിരാഹാര സമരം ഇരിക്കുന്നത്. അതായത് ഓഫീസ് ടൈമിലാണ് ഇവർ ഈ നിരാഹാരം ഇരിക്കുന്നത്. ഇവർക്ക് പിന്തുണയുമായി നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നൊരു ദിവസമാണോ ഇവിടെ ആശമാർക്ക്, തിരുവനന്തപുരത്തെ ആശമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട്? അതെ, തീർച്ചയായും തിരുവനന്തപുരത്തിലെ ആശമാർക്കല്ല, എല്ലാ ആശാപ്രവർത്തകർക്കും സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഡിവിഷനിലെ ആശാവർക്കറാണ്, 67 ഡിവിഷനിലെ. 43 ദിവസമായി നമ്മൾ സമരം ചെയ്യുന്നു. ഗവൺമെന്റ് ഇത്രയും ദിവസമായിട്ട് ഒരു റിപ്ലൈയും തന്നിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും തരണം. കാരണം 10-20 വർഷം എക്സ്പീരിയൻസുള്ള ആശാപ്രവർത്തകർ വെറും കൈയുടെ ഇറങ്ങുന്നത് ശരിയായ രീതിയാണോ? സോഷ്യൽ പ്രവർത്തനം എന്ന് മുദ്ര കുത്തി ചെയ്യുന്നത് കൊണ്ട് അവരെ വെറും കൈയോട്ട് വിടണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഒരു 7,000 രൂപയോ 10,000 രൂപ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ വാടകയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജെനുവിനായിട്ടുള്ള കാര്യത്തിന് നമ്മൾ സമരം ചെയ്യുന്നത്. തീർച്ചയായും ഗവൺമെന്റ് ഇതിന് ഉത്തരം നൽകിയേ പറ്റൂ. ഇതിന് പിന്മാറാൻ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടുമില്ല. എത്രത്തോളം സമരം വിജയിക്കും അത്രത്തോളം ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുക തന്നെ ചെയ്യും. ഈ സർക്കാർ പറയുന്നുണ്ടല്ലോ, അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു തീരുമാനമാണ് ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സർക്കാരിന്റെ ഒരു കൈയിടൽ കാണുന്നുണ്ടല്ലോ. അതായത് ഈ കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദു അടക്കം പറഞ്ഞിരുന്നു, കേന്ദ്രമന്ത്രി എത്തിയപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയോട് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? ഒരു മിനിറ്റ്, എന്താ പ്രശ്നം കേട്ടില്ലായിരുന്നു? അതായത് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, കേന്ദ്രമന്ത്രി വന്നപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മന്ത്രിയെ അറിയിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാടുകയായിരുന്നു എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നല്ലോ. അതിൽ നിങ്ങളുടെ ഒരു ആശാവർക്കർ മരുന്ന നിലയിൽ നിങ്ങളുടെ ഒരു പ്രതികരണം? അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ മന്ത്രിയോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്ന് മീറ്റിങ്ങിൽ പോയപ്പോഴാണ് 3 പ്രാവശ്യം മീറ്റിങ്ങിന് പോയപ്പോഴും സംസാരിച്ചായിരുന്നു. ഒരു പ്രാവശ്യം NHMൻ്റെ അവിടെ നിന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സംസാരിച്ചായിരുന്നു. പക്ഷേ നമുക്കൊരു അനുകൂലമായ മറുപടിയല്ല നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ആശമാർക്കും ഒരു എന്താ പറയണേന്ന് നമുക്കറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ മാനസികമായി ഭയങ്കര പ്രയാസമായിരുന്നു അന്ന്. എന്തൊക്കെ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടാണല്ലോ നമ്മൾ ആ മീറ്റിങ്ങിന് പോകുന്നത്. പക്ഷെ അവർ ഒരു ചർച്ചയ്ക്ക് ചെന്നിട്ട് ഒരു മറുപടി, നമുക്ക് അനുകൂലമായ ഒരു മറുപടിയോ ഒന്നുമല്ല നമുക്ക് തന്നത്. ആദ്യം ഐക്യദാർഢ്യ സമരം നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ആശമാർ സമരം ചെയ്യണം എന്ന് ഈ സംഘടന ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു.